നമസ്കാരം. പ്രയാഗ്രാജിലേക്ക് കുംഭമേളയിൽ പങ്കെടുക്കാനുള്ള യാത്രയിലാണ്. ഇപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ എയർപോർട്ടിലാണ്. എൻ്റെ ഷെഡ്യൂൾ അനുസരിച്ച് രാവിലെ ബാംഗ്ലൂർ എത്തുക. ബാംഗ്ലൂരിൽ നിന്ന് നേരെ രാവിലെ തന്നെ അയോധ്യ. ഇന്ന് രാത്രി അയോധ്യയിൽ നിന്ന് നാളെ രാവിലെ ദർശനം കഴിഞ്ഞ് കാശിക്ക് പോവുക. കാശിയിൽ നിന്ന് പ്രയാഗ്രാജായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ എയർ ഇന്ത്യ 1 മണിക്കൂർ രാവിലെ ലേറ്റ് ആവുകയും അതുകൊണ്ട് ബാംഗ്ലൂരിൽ നിന്ന് അയോധ്യയിലേക്കുള്ള ഫ്ലൈറ്റ് മിസ്സാവുകയും ചെയ്തു. ഇനിയിപ്പം ബാംഗ്ലൂരിൽ നിന്ന് വൈകിട്ട് കാശിയിലേക്ക് ഡയറക്റ്റ് പോകണം. കാരണം ബാംഗ്ലൂരിൽ നിന്ന് ഒരു ദിവസം ഒരു ഫ്ലൈറ്റ് മാത്രമേ അയോധ്യയിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ യാത്ര മുഴുവൻ ഡിസ്റ്റേബിളായി എന്ന് പറഞ്ഞില്ല, വിചാരിച്ചതുപോലെ നടന്നില്ല. ഒരു പക്ഷേ എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നമുക്കൊരു അറിയിപ്പൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ രാവിലെയാണത് മനസ്സിലായത് 1 മണിക്കൂർ ലേറ്റ് ആയെന്നുള്ളത്. അപ്പം അതുകൊണ്ട് യാത്രയിൽ ചെറിയ വ്യത്യാസം വന്നു. ഇപ്പം 3:30 ഇവിടുന്ന് കാശിക്ക് പോകും. കാശിയിൽ നിന്ന് സാധിച്ചാൽ അവിടുന്ന് അയോധ്യയ്ക്ക് പോകും. അല്ലെങ്കിൽ കാശിയിൽ തന്നെ നിന്നിട്ട് മറ്റന്നാൾ കാശിയിൽ നിന്ന് പ്രയാഗ്രാജിലേക്ക് പോകും. 22 വരെ പ്രയാഗ്രാജിലുണ്ട്. അപ്പോൾ കുംഭമേള വിശേഷങ്ങൾ പരമാവധി അറിയിക്കാൻ വിചാരിക്കുന്നു. നമസ്കാരം. നമ്മൾ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അയോധ്യയിൽ ഇന്നലെ ഓട്ടോ വിളിച്ചിട്ട് ബാക്കിൽ സുരേഷേട്ടൻ വിളിച്ചിട്ടുണ്ട്. നമ്മൾ അയോധ്യയിൽ ഇതാ അമ്പലത്തിലേക്ക് കയറാൻ പോവുകയാണ്. ഫോൺ അമ്പലത്തിൽ അലൗഡർ അല്ല. സാമാന്യം നല്ല തിരക്കാണ്. എങ്ങും ശ്രീരാമ ജൈവിളികൾ മാത്രമാണ് കേൾക്കാനുള്ളത്. എനിക്ക് തോന്നുന്നത് പ്രയാഗ്രാജിൽ കുംഭമേളേൻ്റെ തിരക്കാണെന്നാണ് തോന്നുന്നത്. ഭയങ്കര തിരക്കാണ്. അപ്പം ഫോണൊക്കെ അവിടെ ലോക്കറിൽ വെക്കാൻ പോവാണ്. നമസ്കാരം. നമ്മൾ അയോധ്യയിൽ നിന്ന് കാശിയിലേക്ക് പോവുകയാണ്. കാശിയിൽ നിന്ന് നാളെ പ്രയാഗ്രാജിലേക്ക് പോകും. അപ്പം എന്താണെന്ന് വെച്ചാൽ പ്രയാഗ്രാജിൽ ഏതാണ്ട് 30 കിലോമീറ്റർ ചുറ്റളവിലേക്ക് നമ്മളെ വണ്ടി പോകില്ല. നമ്മളെ താമസമെല്ലാം കണ്ടുപിടിക്കാനൊക്കെ എളുപ്പം ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടൊരു ബാക്ക് പാക്ക് മാത്രം എടുത്തിട്ടാണല്ലോ യാത്ര. നല്ല തണുപ്പാണ്. തണുപ്പെന്ന് വരുന്ന ആൾക്കാരൊക്കെ തണുപ്പെന്ന് രക്ഷപ്പെടാനുള്ള ഉപകരണങ്ങളൊക്കെ എടുത്തു വെക്കണം.